സമയങ്ങളിലും വെളിയിലേക്ക് പോകുമ്പോൾ പല രീതിയിലുള്ള നെഗറ്റീവ് എനർജീസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതും നമ്മളിലേക്ക് ബാധിക്കുന്നതും നമ്മുടെ ഓറയെ നമുക്ക് പരിപൂർണമായിട്ടും ഈ നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും, പൂർണ്ണമായും സാധിക്കും. ഹീൽ ചെയ്ത് കൊടുക്കുമ്പോൾ സാറിനെ ഇവരുടെ ഈ കർമ്മങ്ങളൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? ഈ കർമ്മങ്ങൾ ബാധിക്കാൻ ചാൻസസ് ഇല്ല. റേക്കി എനർജിയും കൂടി ചേർന്നിട്ടല്ലേ നമ്മൾ ഒരാളെ ഹീൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ കർമ്മം നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല എന്നാണോ സാർ പറയുന്നത്? നമുക്ക് നമ്മളുടെ ശക്തി ഇതിനകത്ത് യൂസ് ചെയ്യുന്നേ ഇല്ല. റേക്കി ഹീലിംഗിന്റെ പ്രത്യേകതയും അതുമാണ്. അവനെയും അവന്റെ ചുറ്റുപാടുള്ളതിനെയും പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവന്റെ ഒരു ദിവസത്തെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് പോലും. നമ്മളുടെ കുട്ടികൾക്ക് ഇതുപോലെ പറഞ്ഞ കണ്ണീർ, അതേപോലെ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജികളിൽ നമ്മൾ വന്ന് പെട്ട് നമ്മളുടെ ഓറയെ മലീമസമാക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ എനർജി സെന്റേഴ്സിനെ ബ്ലോക്ക് ആക്കാനോ. നമസ്കാരം സർ. നമസ്കാരം സർ. റേക്കിലേക്ക് വരുന്ന ഒത്തിരി പേര് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവർ തന്നെ ആയിരിക്കില്ലേ? ഇപ്പോൾ പല രീതിയിലുള്ള ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ആസ് എ റേക്കി മാസ്റ്റർ ഹീൽ ചെയ്ത് കൊടുക്കുമ്പോൾ സാറിനെ ഇവരുടെ ഈ കർമ്മങ്ങളൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? ഈ കർമ്മങ്ങൾ ബാധിക്കാൻ ചാൻസസ് ഇല്ല. കാരണം നമ്മളുടെ റേക്കിയുടെ ഒരു ഹീലിംഗ് രീതിയിൽ നമുക്ക് ഓരോ ഹീലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് റേക്കി ഹീലിംഗിൽ. ഈ പ്രൊട്ടക്ഷൻ ഇട്ടതിന് ശേഷം നമ്മളുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയും നമ്മളിലോട്ട് ബാധിക്കരുതെന്നും ഇൻ കേസ് അത് ബാധിച്ചാൽ പോലും അതൊരു ലവ് ആൻഡ് ലൈറ്റ് എനർജിയായി ട്രാൻസ്ഫർ ചെയ്ത് പോകണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മൾ ഓരോ ഹീലിങ്ങുകളും ചെയ്യുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ ഒരു റേക്കി ഹീലറുടെ സ്വയം എനർജി യൂസ് ചെയ്തിട്ടല്ല ഹീൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന ഒരു വയറിനെ പോലെ നമ്മളൊരു ചാലകം മാത്രമേ ആവുന്നുള്ളൂ. ഹീലിംഗ് ചെയ്യുന്നത് റേക്കി മാത്രമാണ്. റേക്കി ഒരു ഇൻ്റലിജൻ്റ് എനർജിയാണ്. ആ ഇൻ്റലിജൻ്റ് എനർജി നമ്മളിലൂടെ പാസ് ചെയ്ത് പോയി നമ്മളുടെ ബയോ എനർജിയുമായി കൂടിച്ചേർന്ന് കുറച്ചും കൂടി പവർഫുള്ളായി മറ്റൊരു വ്യക്തിയുടെ ഓറയിലൂടെയും ചക്രയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ എനർജി ബ്ലോക്കേജുകൾ അല്ലെങ്കിൽ അവരുടെ പെയിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റുക എന്നുള്ളത് മാത്രമാണ്. നമ്മളൊരു ചാലകം മാത്രമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിലേക്ക് അവരുടെ കർമ്മഫലങ്ങളോ ദോഷങ്ങളോ നമ്മളിലേക്ക് വന്നു ചേരാൻ സാധ്യതയില്ല. കൂടാതെ നമ്മളിടുന്ന പ്രൊട്ടക്ഷനും മറ്റുള്ള എനർജികൾ, നെഗറ്റീവായിട്ടുള്ള എനർജികൾ നമ്മളെ ബാധിക്കാതെ നമ്മളുടെ ആ ഒരു സാധനയിലുണ്ടാവുന്ന ശക്തി നമുക്ക് നമ്മളുടെ ശരീരത്തിൽ തന്നെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഉപാസന ശക്തി, ആ ഒരു ശക്തി ഉപയോഗിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഈ റേക്കിക്ക് വരുന്നവരെ നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഈ നമ്മുടെ സാധന ശക്തിയും ഈ യൂണിവേഴ്സൽ റേക്കി എനർജിയും കൂടി ചേർന്നിട്ടല്ലേ നമ്മൾ ഒരാളെ ഹീൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ കർമ്മം നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല എന്നാണോ സാർ പറയുന്നത്? നമുക്ക് നമ്മളുടെ ശക്തി ഇതിനകത്ത് യൂസ് ചെയ്യുന്നേ ഇല്ല. റേക്കി ഹീലിംഗിന്റെ പ്രത്യേകതയും അതുമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു വെള്ളം സഞ്ചരിക്കുന്ന ഒരു ഹോസ് പോലെ മാത്രമാണ്. ആ ഹോസിനകത്ത് ഏതെങ്കിലും ഡേർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിലോ അത് മാറ്റുക മാത്രമാണ് നമ്മൾ റേക്കിയുടെ സെൽഫ് ഹീലിങ്ങിലൂടെ ചെയ്യുന്നത്. അതല്ലാണ്ട് നമ്മളുടേതായ ഒരു എനർജിയും കൂടി അതിനെ വേറൊരാളെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. റേക്കിയുടെ എനർജി നമ്മളിലൂടെ പാസ് ചെയ്ത് പോകുന്നു, അതിൻ്റെ പൊട്ടൻസി കൂടി മറ്റൊരാളിലേക്ക് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് തോന്നും എങ്ങനെയാണ് ഈ പൊട്ടൻസി കൂടുന്നത് എന്ന് തോന്നും. നമുക്കറിയാം, ജലം ഏറ്റവും വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എലമെൻ്റാണ് ജലം എന്ന് പറയുന്നത്. ഈ ജലത്തിനെ ഉപയോഗിച്ച് നമുക്കൊരു ഇരുമ്പിനെ നമുക്ക് മുറിക്കാൻ സാധിക്കുമോ? സാധിക്കും. ഇന്നത്തെ കാലത്ത് സാധിക്കും. ഒരു പ്രത്യേക പ്രഷറിലൂടെ അത് കടത്തിവിട്ട് കൃത്യമായ ഒരു ഇരുമ്പിനെ വരെ മുറിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു എനർജി, ഈ ഒരു യൂണിവേഴ്സൽ എനർജി, റേക്കി എനർജി നമ്മളിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പൊട്ടൻസി കൂടുന്നത്? നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ ഊർജം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റൻഷനാണ്. നമ്മുടെ ഇന്റൻഷൻ കൊണ്ടാണ് ഇതിന് കൃത്യമായി എവിടേക്കാണ് പോകേണ്ടത്, ആരിലേക്കാണ് പോകേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. അതേപോലെ തന്നെയാണ് പറയുന്നത്, നമ്മൾ ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ എനർജി ഇതിനകത്ത് റേക്കിയിൽ യൂസ് ചെയ്യുന്നില്ല.
അതുകൊണ്ടാണ് ഇത് ഏത് പ്രായക്കാർക്കും ഏത് ഏത് പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും രോഗികൾക്കും വൃദ്ധർക്കും കുട്ടികൾക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്. അത്രത്തോളം സേഫ് ആയ ഒരു എനർജിയാണ് റേക്കി. ഈ റേക്കിയുടെ കാര്യം പറഞ്ഞപ്പോ സാർ, ഈ പ്രൊട്ടക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ പ്രൊട്ടക്ഷൻ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണല്ലോ റേക്കിയിൽ നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഇടുന്നത്. അതെ, നമ്മൾ സെൽഫായിട്ട് ഇപ്പോൾ റേക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നിപ്പോ ഒരു യാത്ര പുറപ്പെടുകയാണ്, അല്ലെങ്കിൽ വീട്ടില് പ്രായമായവരെയും എല്ലാവരെയും നമുക്ക് പല പല സിറ്റുവേഷൻസിൽ സാഹചര്യങ്ങളിൽ നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമോ ഈ പ്രൊട്ടക്ഷൻ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ടിട്ട്? ചോദിക്കാൻ കാരണം ഇപ്പൊ പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ മെത്തേഡ്സും പല രീതിയിൽ നമ്മൾ പ്രചാരത്തിൽ വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഈ റേക്കിയുടെ ഈ പ്രൊട്ടക്ഷൻ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാബല്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സംശയം. ചെയ്യാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ ചുറ്റുപാടുള്ള എന്തിനേയും, നമ്മുടെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, നമ്മുടെ ഒരു അസറ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു പെറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വീട്ടിൽ വളർത്തുന്ന ചെടികൾ പോലും, നമ്മളും നമ്മളുടെ ചുറ്റുപാടുകളുമായി ഇരിക്കുന്ന എല്ലാത്തിനെയും നമ്മളുടെ ഈ റേക്കിയുടെ സിമ്പിൾസ്, റേക്കിക്ക് അതിൻ്റെതായ ഒരു പ്രൊട്ടക്ഷനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അത് റേക്കി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് അറിയുന്നുള്ളൂ. ആ രീതിയിൽ ആ പ്രോസസ്സിൽ കൃത്യമായി പ്രൊട്ടക്ഷൻ ഇട്ടാൽ ഇത് കൃത്യമായി എല്ലാവർക്കും വേണ്ടി ഉപയോഗപ്രദമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ സാർ, ഈ നമ്മളിപ്പോ കുട്ടികളെയൊക്കെ ആണെങ്കിലും നമ്മളൊരു ഫംഗ്ഷനിൽ കൊണ്ടുപോവുക, അപ്പൊ അവർക്ക് ദൃഷ്ടി വരിക, ദൃഷ്ടിദോഷം, കണ്ണീർ ദോഷം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ പെടാറുണ്ട്. കുട്ടികളെ മാത്രമല്ല, മുതിർന്നവർക്കാണെങ്കിലും ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ പല സമയങ്ങളിലും വെളിയിലേക്ക് പോകുമ്പോൾ പല രീതിയിലുള്ള നെഗറ്റീവ് എനർജീസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതും നമ്മളിലേക്ക് ബാധിക്കുന്നതും. അപ്പോൾ ഈ നെഗറ്റീവ് എനർജീസ് നമ്മുടെ ഓറയിൽ എഫക്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇതിലൊക്കെ എക്സ്പോസ്ഡ് ആവുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നും ഈ റേക്കി പഠിക്കുന്നത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ റേക്കിയുടെ ഈ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറയെ നമുക്ക് പരിപൂർണമായിട്ടും ഈ നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും, പൂർണ്ണമായും സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുന്നിലോട്ട് വരുന്ന റേക്കി ഹീലിങ്ങിന് വരുന്ന ഒരാളെ നമ്മൾ റേക്കി ഹീലിംഗ് അല്ല നിങ്ങൾ എടുക്കേണ്ടത്, റേക്കി പഠിച്ച് അതിൻ്റെ സാധന ചെയ്യുകയാണ് വേണ്ടത് എന്ന് നമ്മൾ കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിന് കാരണവും ഇതാണ്. കാരണം ഓരോ റേക്കി സാധകനും അവൻ്റെ ഒരു ദിവസത്തെ അവൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് അവനെയും അവൻ്റെ ചുറ്റുപാടുള്ളതിനെയും പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവൻ്റെ ഒരു ദിവസത്തെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് പോലും. ഈ ഒരു ഊർജം കൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ ഒരു പോസിറ്റിവിറ്റി നമ്മളുടെ കുട്ടികൾക്ക് ഇതുപോലെ പറഞ്ഞ കണ്ണീർ, അതേപോലെ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജികളിൽ നമ്മൾ വന്ന് പെട്ട് നമ്മളുടെ ഓറയെ മലീമസമാക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ എനർജി സെൻറ്റേഴ്സിനെ ബ്ലോക്ക് ആക്കാനോ ഒന്നും സാധിക്കാത്ത രീതിയിൽ നമുക്ക് കൃത്യമായി പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും റേക്കി പഠിക്കുക എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളുടെ വീട്ടിലുള്ള ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ഹീൽ ചെയ്യാം എന്ന് കരുതി ക്യാൻസർ പോലെ മാരകമായ അസുഖങ്ങളെ നമുക്ക് റേക്കി ഉപയോഗിച്ച് ചികിത്സിക്കാം എന്നുള്ള വാക്കല്ല ഞാൻ പറയുന്നത്. ചെറിയ പ്രശ്നങ്ങൾ, എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, നമ്മുടെ ചെറിയ വിഷമങ്ങൾ, കാരണമറിയാത്ത സങ്കടങ്ങൾ, അതല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന അസ്വാരസ്യങ്ങൾ, റിലേഷൻഷിപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ട്രെസ്, ആൻസൈറ്റി, ഇതെല്ലാം കൃത്യമായി നമുക്ക് ഹീൽ ചെയ്തെടുക്കുവാനും ഒരു കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം വളരെ പോസിറ്റീവായിട്ട് നിൽക്കാനും റേക്കി പഠിക്കുന്നതിലൂടെ സാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും റേക്കി പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും എൻ്റെ അഭിപ്രായം. കൂടാതെ ഇതിന് വേറൊരു തലം കൂടിയുണ്ട്. ഒരു 12-13 വയസ്സുള്ള കുട്ടികൾ, ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കുട്ടികൾ ഏറ്റവും കൂടുതൽ അപക്വമായിട്ട് പെരുമാറി പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നത് ഒരു ടീനേജാണ്. ടീനേജ്, അഡോൾസൻസ് ഏജ്, ആ ടീനേജിലാണ് നമ്മൾ ചേടുന്നത്. ഈ ഒരു സമയത്ത് ഓരോ കുട്ടിയും റേക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു സ്നേഹവും അല്ലെങ്കിൽ സഹജീവികളോട് ഒരു കരുണയുമുള്ള നല്ലൊരു പൗരനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു മകനോ മകളോ ആയിട്ട് വാർത്തെടുക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്ത് എന്നാൽ ഏറ്റവും പവർഫുള്ളായിട്ട് ഗുണങ്ങൾ തരാൻ കഴിവുള്ള ഒരു ശാഖയാണ് റേക്കി.
അതുകൊണ്ട് ഓരോ കുട്ടികളും ഓരോ ടീനേജിലേക്ക് കടക്കുന്ന കുട്ടികളും ഇപ്പോൾ മാതാപിതാക്കൾ അവരെ നിർബന്ധിച്ചോ അല്ലാതെയോ ഈ ഒരു സിസ്റ്റത്തിലോട്ട് വരണം എന്നുള്ളതാണ് റേക്കി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ആഗ്രഹം. കാരണം ഇത് നമ്മളുടെ ഒരു കോറായിട്ടുള്ള ഒരു ക്യാരക്ടർ ചേഞ്ചസിലോട്ടും നമ്മളെ മറ്റുള്ള അനാവശ്യമായ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കാനായിട്ടുള്ള ഒരു കൺട്രോളുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ സാർ, നമസ്കാരം സാർ.